ഏറ്റവും നല്ല പെണ്ണിന്റെ അടയാളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതെന്താ? ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, തന്റെ മുഖത്ത് നോക്കുമ്പോൾ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന പെണ്ണാണ്. ഈ സൗഭാഗ്യം കിട്ടാതെ പോയവരാണ് പ്രവാസികളും പ്രവാസികളുടെ ഭാര്യമാരും. രണ്ടാമത്തേതെന്താ മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ പറഞ്ഞതെന്താ? തഹ്ഫളുഹു ഫീ നഫ്സിഹാ വമാലിഹി വവലദിഹി. നല്ല പെണ്ണിന്റെ അടയാളം പറയുകയാണ്. തഹ്ഫളുഹു, അവനെ സൂക്ഷിക്കും. അവന് മാത്രം അവകാശപ്പെട്ട തന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവളാവൾ. ആർക്ക് മാത്രം അവകാശപ്പെട്ട? ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട തന്റെ ശരീരം മറ്റൊരാൾക്കും കാണിച്ചു കൊടുക്കാത്ത ആളാണവൾ, സൂക്ഷിക്കുന്ന ആളാണവൾ. പിന്നെയോ ഭർത്താവിന്റെ സ്വത്തിന്റെ കാര്യത്തിൽ നല്ല സൂക്ഷ്മത പാലിക്കുന്നവളാണവൾ. അപ്പൊ സൂക്ഷ്മത പാലിക്കുന്നവളല്ലേ അവൾ? നല്ലവളല്ല. ആരാ പഠിപ്പിക്കുന്നത്? നബിയുനാ മുഹമ്മദ് മുസ്തഫ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്തൊക്കെ വാങ്ങാ? കണ്ണ് കണ്ടണം മുഴുവൻ വാങ്ങാം. കണ്ണിൽ കാണുന്നത് മുഴുവൻ ഉണ്ട്. അതോളെ വീട്ടിലുണ്ട്. കുക്കർ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ വേറൊന്ന് ചെറിയൊരു കുക്കർ ഒന്നും കൂടി. ഒരു കുക്കർ പോരെ ഒരു വീട്ടിൽ? ചെറിയ കുക്കറൊന്നും. കറിയെടുക്കാൻ അത്യാവശ്യം വലിയൊരു പാത്രമുണ്ട്. എന്നാലും അതിന്റെ ചെറുത് ഒന്ന് വേറെ, അതിന്റെ ചെറുതൊന്ന് വേറെ, അതിന്റെ ചെറുതൊന്ന് വേറെ, അതിന്റെ ചെറുത് വേറൊന്ന്, ഇങ്ങനെ എടുക്കണം. ഇനി ഞാൻ പറയാൻ കാരണം എന്താ പറയുക, എനിക്ക് എടുത്ത് പരിചയമുണ്ട്. പക്ഷെ എന്റെ ഭാര്യന്റെ കൂടെ വരാറില്ല, അതുകൊണ്ട് ഞാൻ എടുക്കലില്ല. അവ കടക്കാർ ചോദിക്കും, അതിനേക്കാളും ചെറുതൊന്നും വേണ്ടേ? ഇത് വലിയ ആൾക്കാർ വരുമ്പോ, ആളുകൾ വരുമ്പോ കറി പാകം ചെയ്യാൻ. മറ്റത് കുറച്ചാൾക്കാരുണ്ടാവുമ്പോ കറി പാകം ചെയ്യാനും നിങ്ങൾക്ക് എടുക്കാനും. പണ്ടേതാ ഐൻസ്റ്റീനോ ഏതൊരു ശാസ്ത്രജ്ഞനാന്ന് തോന്നുന്നു, വലിയ ബുദ്ധിമാനാണ്. ഐൻസ്റ്റീനാണെന്നാണ് എന്റെ ഓർമ്മ, അല്ലെങ്കിൽ സർ ഐസക് ന്യൂട്ടനോ എന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഏതായാലും വലിയ ബുദ്ധിമാനാണല്ലോ, വലിയ ബുദ്ധിമാനാണ്. ഇയാളെ വീട്ടിലേക്ക് ഒരു സുഹൃത്ത് ഒരു ദിവസം ചെന്ന് നോക്കുന്ന സമയത്തുണ്ട്, ഇയാളുടെ വീട്ടിൽ ഇയാൾ 2 പൂച്ചകളെ വളർത്തുന്നു. ഒന്ന് വലിയ പൂച്ച, ഒന്ന് ചെറിയ പൂച്ച. ഇയാൾ ആ പൂച്ചക്ക് കൂടുണ്ടാക്കിയിട്ടുണ്ട്. വലിയ പൂച്ചക്ക് പോവാൻ വലിയ ഡോറ്, ചെറിയ പൂച്ചക്ക് പോവാൻ ചെറിയ ഡോർ. കറി വന്ന സുഹൃത്ത് ചോദിച്ചു, അല്ല ഇതെന്താ 2 ഡോറെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, 2 പൂച്ചണ്ട് ഇവിടെ. 2 പൂച്ചകളെയും 2 ഡോർ, ഒരു ഡോറ് പോരെ? വലിയ പൂച്ചക്ക് പോവാൻ വലിയ ദ്വാരം, ചെറിയ പൂച്ചക്ക് പോവാൻ ചെറിയ ദ്വാരം. അപ്പൊ ഈ സുഹൃത്ത് ചോദിച്ചു, അല്ല സഹോദര, ചെറിയ പൂച്ചയും വലിയ പൂച്ച പോണ ഡോറിലൂടെ പോവില്ലേന്ന് വെച്ചു. വെറുതെ പണം കളയാം. ഈ പണത്തിൽ ഇതല്ലേ പ്രവാസി തിരിച്ചു വന്നാൽ സൗദിയിൽ പുതിയ നിയമം വരുന്നില്ലേ, നിതാഖാത്ത്. ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾ തിരിച്ചു വന്നാൽ വീട്ടിന്റെ മുകളിലുള്ള കോൺക്രീറ്റ് കട്ടകളല്ലാതെ എന്ത് ബാക്കിയുണ്ട് ഈ 10-20 കൊല്ലത്തെ ജീവിതത്തിൽ? ചിന്തിക്കണം. എന്തേ ഏറ്റവും നല്ല പെണ്ണായിരുന്നു അത് ശ്രദ്ധിക്കേണ്ടത്. മുത്തനബി പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, തന്റെ ഭർത്താവിന്റെ സ്വത്ത് ഒരു ഫിൽസ് പോലും അനാവശ്യമായി ചെലവഴിക്കാത്ത പെണ്ണ ഏറ്റവും നല്ല പെണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ നിങ്ങൾ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആരുടെ മോളാ? ഒരു വർഷം 40,000 സ്വർണ്ണ ദീനാർ വിറ്റ് വരവുള്ള ആളുടെ മോള. ആര്? 40,000 ദീനാർ വിറ്റ് വരവുള്ള ആളുടെ മോള ആയിഷ റളിയല്ലാഹു അൻഹ. കേൾക്കണേ ഉമ്മമാരെ, കേൾക്കണേ. ആയിഷ ബീവിയുടെ വീടിന്റെ അകത്ത് വെറും 3 പാത്രങ്ങളേ ഉള്ളൂ. പിന്നെയോ ഭക്ഷണം കഴിക്കാൻ ഒരു പ്ലേറ്റാ ഉള്ളത്. 2 പേർക്കും ഭക്ഷണം കഴിക്കാൻ. ആർക്ക്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുത്തനബിക്കും ആയിഷ ബീവിക്കും ഭക്ഷണം കഴിക്കാൻ ഒരു പ്ലേറ്റാ ഉള്ളത്. 2 പേർക്കും വെള്ളം കുടിക്കാൻ ഒരു കോപ്പയേ ഉള്ളൂ. പിന്നെയോ കേൾക്കണോ നിങ്ങൾക്ക്, ഒരു വിരിപ്പൊരു പായുണ്ട്, പുതക്കാൻ ഒരു പുതപ്പുമുണ്ട്. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിന്റെ അകത്തുള്ള വസ്തുക്കളാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതായിരുന്നു ലോക ഗുരുവിന്റെ വീട്. എന്നാലോ ആ വീട്ടിന്റെ അകത്തളങ്ങളിൽ വലിയ വീടല്ല ജീവിതം. വീടിന്റെ അകത്തളങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളല്ല ജീവിതം. ജീവിതമെന്ന് പറയുന്നത് രണ്ടാളുകളുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും മനസ്സ് തമ്മിൽ ഇഴകിച്ചേരുമ്പോഴാണെന്ന് പഠിപ്പിച്ച മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? ഞാൻ കേട്ടു ഒരു വിവാഹമോചനത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു. അപ്പൊ പെണ്ണ് പറയാൻ ഓനെനിക്ക് വേണ്ട, ഓനവന്റെ എന്ത് ദുസ്വഭാവം നിർത്തിയാലും ശരി. പെണ്ണിന്റെ ബന്ധപ്പെട്ട ആള് പിന്നെ വന്ന് പറയാൻ, പെണ്ണിന്റെ ബന്ധപ്പെട്ട ആള് വന്നിട്ട് പറയാൻ, സാറേ ഞാനതൊക്കെ നിർത്താന്ന് പറഞ്ഞാലും ദുസ്വഭാവം മാറ്റാന്ന് പറഞ്ഞാലും ഓന്റെ കൂടെ എന്റെ പെണ്ണ് കൂടിയാൽ അവന് ഈ പെണ്ണിനെ പോറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ? അപ്പൊ പറഞ്ഞു, അവരെ നാടൻ ജോലിയെടുത്തിട്ട് 500-600 ദിവസവും വേതനം വാങ്ങിയിട്ട് ഇന്നത്തെ കാലമുണ്ടോ ജീവിച്ചു പോകാൻ? കേൾക്കൂ എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സാമ്പത്തികമല്ലടി നിന്റെ ജീവിതം, ഖൽബ് തമ്മിലുള്ള സ്നേഹത്തിന്റെ കൈമാറ്റമാണെന്ന്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ? ആയിഷ ബീവിയുടെ വീടിന്റെ അകത്തളത്തിലെ വിശേഷം പറഞ്ഞില്ല ഞാൻ. മദീന മുനവ്വറയിൽ പോയാൽ കാണാൻ കഴിയും. അവിടെയുണ്ട് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്. മദീന മുനവ്വറയിൽ ഇപ്പോഴും നശിച്ചു പോയിട്ടില്ലത്. മദീന ഗവൺമെന്റ് സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല, അതിലേക്ക് കയറാൻ പറ്റില്ല. വിദൂരത്ത് നിന്ന് ചെറിയ കാണാനും കഴിയും. പോയില്ലേ? ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ട് അവിടെ. അവിടെ ആര് കരഞ്ഞ സ്ഥലമാണെന്നറിയാമോ? ആയിഷ. ഉറക്കെ ചൊല്ലൂ നിങ്ങൾ. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞ സ്ഥലമാ. കേൾക്കണേ നിങ്ങൾ, ആരായിരുന്നു, എപ്പോഴാ കരഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹായെ തന്റെ കുടുംബക്കാരനായ ഉർവ റളിയല്ലാഹു അൻഹു ഒരു സദ്യക്ക് വേണ്ടി വിളിച്ചു. വീട്ടിലേക്ക് സദ്യക്ക് വേണ്ടി വിളിച്ചതാ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാ. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് പ്രിയപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹായെ സദ്യക്ക് വേണ്ടി വിളിച്ചതാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നോ? കുടുംബക്കാരിയാണല്ലോ. അങ്ങനെ ഭക്ഷണമെല്ലാം റെഡിയായി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉർവയുടെ ഭാര്യയോടൊപ്പം കുടുംബത്തോടൊപ്പം ആയിഷ ബീവി ഇരുന്നതാ. സുപ്രയിലങ്ങ് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനിരുന്ന പാടെ ആയിഷ റളിയല്ലാഹു അൻഹ തേങ്ങി കരയുകയാ. കൂടെയുള്ളവർ ചോദിച്ചു, എന്തിനാ കരയുന്നത്? ചരിത്രം പറയാൻ, ആയിഷ ബീവിയുടെ കരച്ചില വീടിന്റെ ചുമരുകൾ കേൾക്കുമാർ പുറത്തേക്ക് ഉയർന്നു വരാൻ തുടങ്ങി. ആയിഷ ബീവിയെ സമാധാനിപ്പിച്ചോ. അവർ ചോദിച്ചു, എന്തേ അങ്ങ് കരയുന്നതാ ആയിഷ? അപ്പോഴാ കേൾക്കണ്ട പെങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നിങ്ങൾ ആലോചിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായം എത്രയാ? ആയിഷ ബീവിയുടെ പ്രായം 18. പുണ്യ നബിയുടെ വയസ്സ് എത്രയാ? 63. സ്നേഹത്തിന്റെ വിഷയത്തിൽ വയസ്സൊരു പ്രശ്നമേയല്ല എന്ന സത്യം പഠിപ്പിച്ചു പോയ ആളാ മുഹമ്മദുർ റസൂലുള്ളാഹി. കുടുംബജീവിതത്തിൽ വയസ്സൊരു പ്രശ്നമേയല്ല. കുടുംബജീവിതത്തിൽ വയസ്സ് കേൾക്കണേ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കേൾക്കണേ. പ്രവാസിയായ ഭർത്താവും കേൾക്കണേ, പ്രവാസിയുടെ ഭാര്യയായ പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീയും കേൾക്കണേ, രണ്ടുപേരും കേൾക്കണേ. ആയിഷ ബീവി കരയുകയാണ്. ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പോഴല്ലേ പറഞ്ഞത്, ഞാൻ ഭക്ഷണം കണ്ടപ്പോ കരഞ്ഞു പോയതാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു റൊട്ടിക്കട്ട
വട്ടം പോലുമില്ലാതെ എത്ര ദിവസമാ ആ ഹബീബ് കഴിച്ചു കൂട്ടിയത്. ഭക്ഷണം കണ്ടപ്പോ ഞാൻ കരഞ്ഞു പോയതാ. എനിക്കെന്റെ നബിയെ ഓർമ്മ വന്നതാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഓർമ്മ വന്നതാ. ജീവിതത്തിൽ ഒരു സുഖവും ആ മനുഷ്യനുണ്ടായില്ലല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞു പോയതാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. നമ്മൾ ചിന്തിക്കുക, ഞമ്മക്ക് അങ്ങനെ ഒന്ന് തോന്നിയോ? എന്റെ പ്രിയപ്പെട്ട പാവപ്പെട്ട ഒരു മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുന്നതാണ്. കുറച്ച് ഞാൻ സൂക്ഷിക്കട്ടെ, സൂക്ഷിച്ച് 4-5 കൊല്ലം കൊണ്ട് നാട്ടിലെന്തെങ്കിലും ഏർപ്പാട് തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്ന് വിചാരിച്ചോ? ഒരാളെന്നോട് പറഞ്ഞത് ഞാൻ ഒരിക്കലും മറന്നുപോയിട്ടില്ല. ഞാൻ ചില സ്ഥലത്ത് പറഞ്ഞിരുന്നു, 2 കൊല്ലം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞിട്ട് നാട്ടിക്ക് വരട്ടെ എന്ന് വിളിച്ചു വെച്ചപ്പോൾ പുള്ളി പറയണത്രേ, നിങ്ങൾ വരാനായിട്ടില്ല, ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ടുണ്ട്, വന്നാൽ മതി, വീടിന്റെ പണി കഴിയട്ടെ, 2 കൊല്ലവും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി, വീടിന്റെ പണി കഴിയട്ടെ. വീടല്ല ജീവിതം. ആര് പറഞ്ഞു വീടാണ് ജീവിതം? ആര് പറഞ്ഞു വീടാണ് ജീവിതം? ഖൽബ് തമ്മിൽ കൈമാറല ജീവിതം. എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖൽബാണ് ഖൽബ് കൈമാറലാണ്. ഖൽബ് കൈമാറാൻ കഴിഞ്ഞില്ലേ, ജീവിതത്തിൽ സുഖം കണ്ടെത്താനും കഴിയില്ല. ജീവിതം ടെൻഷനായി തീർത്ത് കളയേണ്ടി വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുഖസമ്പൂർണമായ ജീവിതം നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം. ആയിഷ ബീവി അതല്ലേ റസൂൽ പറഞ്ഞ്, ഏറ്റവും നല്ല ആളാരാ? ഏറ്റവും നല്ല പെണ്ണ് തന്റെ ഭർത്താവിന്റെ സാമ്പത്തികം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് തന്റെ ആഗ്രഹങ്ങളെ ഒതുക്കി നിർത്തുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി പിന്നെയും പറഞ്ഞില്ലേ, അയ്യുമംറഅത്തിൻ കല്ലഫത സൗജഹാ ഫീ അംരിൻ നഫഖ. ഏതൊരു പെണ്ണാണോ തന്റെ ഭർത്താവിനെ ചെലവിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത്, കേട്ടോളോ, അയ്യുമംറഅ, നിങ്ങളെ കൂടെ കൂടിയിട്ട് ഞാൻ എടങ്ങാറായി, നിങ്ങളെ ഗൾഫ് പോയിട്ട് എന്തെനിക്ക് കിട്ടാൻ. പ്രിയമുള്ളവരെ, ഒന്ന് കണ്ടു നോക്കണം രംഗം. ഞാൻ കണ്ടിട്ടുണ്ട് ചില രംഗങ്ങളൊക്കെ. ഞാൻ കണ്ടിട്ടുണ്ട് മൂട്ട കടിക്കുന്ന റൂമാണ്, ബെഡ് അട്ടിക്കിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചെന്തേ ബെഡ് അട്ടിക്കിട്ടിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, താഴത്തെ ബെഡിന് കൊടുക്കണം 20 ദിനാർ, മുകളിലെ ബെഡിന് കൊടുത്താൽ 10 ദിനാർ കൊടുത്താൽ മതി. ആ 10 ദിനാർ കോണി വെച്ച് മുകളിലെ ബെഡിലേക്ക് കയറിയിട്ട് 10 ദിനാർ ബാക്കിയാക്കുന്നതാർക്കാ? തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക. ആ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് ലീവടിച്ചു നാട്ടിലേക്ക് വരുമ്പോൾ പെണ്ണ് വീട്ടിനകത്തില്ലെങ്കിലോ? ചിന്തിച്ചു, പെണ്ണ് വീട്ടിനകത്തില്ലെങ്കിലോ അതിന്റെ വേദന എവിടെയാണെന്നറിയുമോ? അത് ഭൂമിയിൽ മാത്രമല്ല, നാളെ നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തുന്നതാണ്. ആയത്തുൽ മുനാഫിഖി സലാസ, മുനാഫിഖിന്റെ അടയാളം 3 എണ്ണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് പറഞ്ഞതെന്താ? ഒന്ന് പറഞ്ഞു, ഇദാ ഹദ്ദഥ കദബ, സംസാരിച്ചാൽ കളവ് പറയുക. പിന്നെയോ പറഞ്ഞതെന്താ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഹദ്ദഥ കദബ വ ഇദാ തുമിനാ ഖാന. കേൾക്കൂ നിങ്ങൾ മറ്റൊന്ന്, വ ഇദാ തുമിനാ ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കലാണ്. ഭർത്താവ് തന്റെ വീട്, തന്റെ മക്കൾ, തന്റെ എല്ലാം നിന്നെ ഏൽപ്പിച്ചാണ്. എന്തിനേറെ, കാറിന്റെ ചാവി പോലും നിന്റെ കയ്യിൽ തന്നിട്ടാ ഭർത്താവ് പോയത്. കാറിന്റെ ചാവി പോലും നിന്റെ കയ്യിൽ തന്നാ പോയത്. മാത്രമല്ല, നിനക്ക് യാത്ര ചെയ്യാൻ, മക്കൾക്കും യാത്ര ചെയ്യാൻ ഒരു ഡ്രൈവറെയും നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിശ്ചയിച്ചു തന്നില്ലേ? എന്നിട്ടോ 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിന് നീയില്ല, വീടില്ല, കാറില്ല, നിന്റെ സ്വർണ്ണാഭരണങ്ങൾ പോലും നീ ഒരന്യനാ അടിച്ചു കൊടുത്തത്. ഭർത്താവ് അറിയാതെ സ്വന്തം പൊന്ന് വേറുള്ളവന് പണയം വെക്കാൻ കൊടുത്തണം. ഗൾഫിൽ നിന്ന് ഭർത്താവ് അയക്കുന്ന സാധനങ്ങളൊക്കെ അന്യാൾ കെടുത്തു കൊടുക്കുകയാണ്. എത്ര വലിയ അധർമ്മമാണ് നീ ചെയ്യുന്നത്. വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നയാൾ മുനാഫിഖ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ.
കുഫാർ, മുനാഫിഖീങ്ങളാണ് നരകത്തിലെ ഏറ്റവും അടിയിലെ തട്ടിലെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ രാജാതിരാജനായ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ ബോധം നൽകണേ തമ്പുരാനെ.